ഇങ്ങോട്ട് പാടി അടി ചേട്ടാ അവനെ. പെങ്ങളെ തൊടുന്നോടാ ചറ്റേ. സാരമില്ല മോളെ, മോള് കരയണ്ട. നീ ആരുടെ ദേഹത്താ കൈവച്ചെന്ന് അറിയടാ നായേ. നീ എന്താണ് കരുതിയെ? സ്കൂളിൽ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെ ഉപദ്രവിച്ച് അങ്ങ് മിടുക്കനാവോ? ഞങ്ങൾ രണ്ട് ആങ്ങളമാരുണ്ട് അവക്ക്. കയ്യും കാലും വെട്ടിക്കളയും, മനസ്സിലായോടാ? ഇനി ഒരു പെൺകുട്ടികളോടും നീ തോന്നിയ ദിവസം കാണിക്കരുത്. നീ മാത്രമല്ല, നിന്റെ എക്സിന് പറ്റി ജീവിക്കുന്ന ഒരു വേട്ടാവാളിയന്മാരും ഇതിന് കാണിക്കരുത്, മനസ്സിലായോ? ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോ ഇന്ന് കിട്ടിയ അടിയുടെ ഓർമ്മ വേണം നിനക്ക്. നീ ചെയ്ത തെറ്റിന് ഇവളോട് സോറി പറ. പോയി പറ. സോറി പറഞ്ഞില്ലെങ്കിൽ അടി നീ ഇനിയും വാങ്ങും. മാപ്പ് പറയടാ. വേണ്ട, ഇവൻ ഇനി ഒരു മാപ്പും പറയണ്ട. അതെന്റെ മോക്ക് കേൾക്കുകയും വേണ്ട. നിന്നെ ഒരമ്മ പെറ്റതല്ലടാ. എനിക്കറിയോ ഒരമ്മ ഒരു പെൺകുട്ടീനെ എങ്ങനെയാ വളർത്തുന്നെന്ന്. ചിറക് മുളക്കുന്ന പ്രായം തൊട്ടേ ആദ്യോടെയാ ഓരോ അമ്മയും പെൺകുട്ടികളെ വളർത്തുന്നത്. ഇന്നെ പോലെയുള്ള കഴുകന്മാരുടെ ലോകമായത്. ഇത്തിരി പോന്ന പ്രായത്തിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ വളർന്ന് വലുതായി നീ എന്തെല്ലാം ചെയ്യും? കുട്ടികളാവുമ്പോ കുറച്ച് കുസൃതികളെല്ലാം ആവാം, പക്ഷെ ഇത്രയ്ക്ക് പാടില്ല. എന്റെ മോള് എന്ത് ദ്രോഹമാണ് നിന്നോട് ചെയ്തത്? എന്റെ ചെവിട്ടത്തൊന്നും തരാൻ എനിക്ക് പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ ആവശ്യത്തിനുള്ളത് എന്റെ മക്കൾ വന്ന് തന്നു. ഈ ഫോണിനകത്തുള്ള വീഡിയോ കാണിച്ചല്ലേ എന്റെ പെങ്ങളെ നീ പേടിപ്പിച്ചത്. ഇതിനകത്തുള്ള ഡിലീറ്റ് ചെയ്യണം. ചെയ്യാൻ ഇനി ഈ ഫോൺ നിനക്ക് വേണ്ട. ഇനി മേലിൽ എന്റെ നിഴല് പോലും എന്റെ മോളുടെ മേൽ വീഴരുത്. ഇനി ഇതിന്റെ പേരിൽ നാളെ ഇവിടെ പകരം ചോദിക്കാൻ എങ്ങനെ നീ ഇറങ്ങി പുറപ്പെട്ടാ, ഇപ്പൊ ഇവിടെ വെച്ച് കിട്ടിയത് നാളെ നിന്റെ വീട്ടിന്റെ അകത്ത് വെച്ച് കിട്ടും, കേട്ടോടാ? നിന്നെ 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച ആ അമ്മ പോലും ഇതറിഞ്ഞാൽ നിന്നെ ശപിക്കും. കളഞ്ഞിട്ട് വാ മക്കളെ, നമുക്ക് പോവാം. കേട്ടോ, സൂക്ഷിച്ചോ. നീ ഇങ്ങനെ കരയില്ലേ മോളെ? നീ വിഷമിക്കല്ലേ മീനു, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്. മോക്കൊന്നും സംഭവിക്കില്ല. ആരും മോളെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെപ്പോലെ 2 ഏട്ടന്മാരുണ്ടായിട്ടും നിനക്ക് ഇങ്ങനെ ഒരു വിഷമം അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ ഞങ്ങൾക്ക് തന്നെ കുറ്റബോധം തോന്നുന്നു. ഞങ്ങളോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം മോക്കുണ്ടായിരുന്നില്ലേ? പിന്നെന്താ ഇതുപോലൊരു കാര്യം സംഭവിച്ചിട്ട് മോളിത് ഞങ്ങളോട് പറയാതിരുന്നത്? നീ വിഷമിക്കണ്ട, ഒന്നും നിന്റെ തെറ്റല്ല. നിന്റെ ഈ പ്രായത്തിൽ ഇതുപോലൊരു ഭീഷണിയെ നേരിടാൻ നിന്നെപ്പോലൊരു പെൺകുട്ടിക്ക് ചിലപ്പോ ഒറ്റയ്ക്ക് പറ്റിയെന്ന് വരില്ല. നിന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികൾ ഈ വിഷമം അനുഭവിക്കുന്നുണ്ട്. നല്ല ബുദ്ധിയും വിവേകവും ഉള്ള കുട്ടിയല്ലേ നീ. ഇതുപോലൊരു പ്രശ്നത്തിൽപ്പെടുമ്പോ ആദ്യം ആ വിവരം പറയേണ്ടത് ഞങ്ങളോടല്ലേ? നീ ഞങ്ങളോടത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാകില്ലായിരുന്നു. പണ്ടേ ഞങ്ങളത് ഇടപെട്ട് പരിഹരിച്ചേനെ. ഉള്ളിലുള്ള വിഷമവും സങ്കടങ്ങളും ഒക്കെ ആരോടെങ്കിലും പറയുമ്പോഴാ അതിനൊരു പരിഹാരം ഉണ്ടാവുന്നത്.
നീ ഞങ്ങളുടെ പൊന്നനിയത്തിയ. നിന്നെ തട്ടിക്കളിക്കാനും ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനുമുള്ള ഒരവകാശവും ആർക്കുമില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ശ്രമിച്ച ഏട്ടന്മാര് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നീ പേടിക്കണ്ട, മോളുടെ കൂടെ ഞങ്ങളുണ്ട്. ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞാ പോരായിരുന്നു, അവന്റെ ഭീഷണി ഞങ്ങൾ തീർത്തു തന്നേനെ. പേടിച്ചിട്ടേട്ടാ പലവട്ടം ഞാൻ പറയാൻ ശ്രമിച്ചതാ, പക്ഷേ എനിക്കതിനുള്ള ധൈര്യം വന്നില്ല. അതാ മോക്ക് പറ്റിയ തെറ്റ്. ഇതുപോലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മോളെന്നല്ല ഏതൊരു പെൺകുട്ടിയും ആദ്യം പറയേണ്ടത് സ്വന്തം വീട്ടുകാരോടും കൂട്ടുകാരോടൊക്കെയാണ്. നിന്നെ സംരക്ഷിക്കേണ്ടത് ചേട്ടന്മാരുടെ കടമയാ മോളെ. അതെന്താ നീ തിരിച്ചറിയാതെ പോയത്? നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അവരെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മോളിനി ഒന്നും കൊണ്ട് പേടിക്കണ്ട. നിന്നെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഏട്ടന്മാര് ജീവിക്കുന്നത്? കണ്ണുടയ്ക്ക്. ഇതിന്റെ പേരില് ഇനി മോൾ ഒരിക്കലും കരയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഏട്ടാ നിങ്ങൾ അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയത് മുതൽ അപ്പു എനിക്ക് സമാധാനം തന്നിട്ടില്ല. ഇത്രയ്ക്കും ഗൗരവമുള്ള കാര്യമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സുധാമണി ഒറ്റയ്ക്ക് പോകാൻ വിടില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്, എന്റെ ബാലുന്റെ സാഗറിന്റെ ഒപ്പല്ലേ. അവരുള്ളപ്പോ എന്ത് പേടിക്കാനാ? വലിയൊരു ആപത്തിന്റെ വക്കിൽ നിന്നാ മീനാക്ഷി രക്ഷപ്പെട്ടത്. അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കായിരുന്നു വേണ്ടത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവന് കിട്ടേണ്ടത് കിട്ടി. പഠിക്കേണ്ട പാഠം അവൻ പഠിച്ചു. ആ പിന്നൊരു കാര്യം, എന്റെ അമ്മ ശ്രീമതി സരോജിനി മേനോൻ ചെറുമോളുടെ കല്യാണം പ്രമാണിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരിക. പറഞ്ഞ പോലെ കല്യാണം ഇങ്ങടുത്തല്ലോ. ആ അച്ഛമ്മ ഒരു പ്രത്യേക ടൈപ്പാ. സുധാന്റിയെ പോലെ ആളും സെൽഫ് മെയ്ഡാ. പിന്നെ പ്രായത്തിൻ്റെതായ കുറെ നിർബന്ധ ബുദ്ധികളുണ്ട്. പ്രായമായ ആൾക്കാരല്ലേ, അല്ല ഉണ്ടാവും. ആ പ്രായത്തിലെല്ലാം എത്തിയ നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് ഊഹിക്കാൻ പോലും പറ്റൂല. കല്യാണം അടുക്കുന്തോറും വല്ലാത്ത ടെൻഷനാ. ടെൻഷന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയല്ലോ. പർച്ചേസിംഗ് കഴിഞ്ഞു, ക്ഷണിക്കേണ്ടവരൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു. ഇനി അങ്ങ് താലികെട്ട് നടത്തിയാ പോരെ? സാറിന് അങ്ങനെ എളുപ്പത്തിൽ പറയാം. ഇതിനു മുമ്പ് ഇങ്ങനെ വലിയൊരു പരിപാടിയൊന്നും നടത്തി എനിക്ക് പരിചയമില്ലല്ലോ. ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല. അവിടുത്തെ ആദ്യത്തെ കല്യാണമല്ലേ. എന്തായാലും നമ്മൾ ഒന്നിച്ചു നിന്ന് നടത്തുന്നൊരു ചടങ്ങാണല്ലോ. ഇരുഭാഗത്തും ഇരുവരുടെയും കണ്ണുണ്ടായ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടങ്ങ് നടന്നു പോകും. ഐക്യമത്യം മഹാബലം അല്ലേ സാറേ? You said it right. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മീനാക്ഷിയോട് പ്രത്യേകം പറയണം. പറയാം. അമ്മേ, ഞാൻ ഇവരെ ഒന്ന് യാത്രയാക്കിയിട്ട് വരാം. വരൂ. ശരി ശരി. ബാലു, ഇനി കുറച്ചുകൂടി ശ്രദ്ധ വേണം. കാര്യങ്ങളൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കണം. ഇനി പ്രശ്നങ്ങളൊന്നും വലുതാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരിയെങ്കിൽ ഞാൻ നോക്കിയോളാം. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, സേഫ് ഡ്രൈവ്. ഹലോ, ഒന്നേ. അല്ല, ഇതാരാ? പ്രമോദോ? താനെന്താ വഴിതെറ്റി വന്നതാണോ? അതോ വേറെന്തെങ്കിലും ഉടായിപ്പും കൊണ്ട് വന്നതാണോ? വഴിതെറ്റി വന്നൊന്നും അല്ല, നിന്നെ തേടി തന്നെ വന്നതാ. എന്റെ മകനെ എന്റെ വീട്ടിൽ കയറി തല്ലാൻ മാത്രം വളർന്നോ നീ? ആദ്യം എനിക്ക് നീയാണെന്ന് മനസ്സിലായില്ല. ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോഴല്ലേ മനസ്സിലായത് എന്റെ വീട്ടിൽ കയറിയത് നീയാണെന്ന്. എന്താ പറഞ്ഞത്?
തന്റെ വീട്ടിൽ കയറി തന്റെ മകനെ ഞാൻ തല്ലിയിരുന്നു. എപ്പോ? സൂരജ് എന്റെ മകനാണ്. ഓഹോ, അത് ശരി. അപ്പൊ ആ വിത്ത് തന്റെ ആണല്ലേ? ചുമ്മാതല്ല അവൻ ഇതുപോലുള്ള അനാവശ്യം കാണിക്കാനായിട്ട് ഇറങ്ങിയത്. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂലല്ലോ. ഇനിയെങ്കിലും താൻ തന്റെ മോനെ തല്ലും ചൊല്ലും കൊടുത്ത് വളർത്തണം. ഇല്ലെങ്കിൽ ഇതുപോലെ നാട്ടുകാര് വീട്ടിൽ കയറി മേയും. പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തന്റെ മോനെ തല്ലിക്കൊല്ലും. മനസ്സിലായോ? എന്റെ വീടിനകത്ത് കയറി എന്റെ മോനെ തല്ലിയതിന്റെ ഭവിഷ്യത്ത് നീ ശരിക്കും അറിയാൻ പോവാ. നീ കാത്തിരുന്നോ ബാലു? അതെ, ഓഫീസിൽ താൻ എന്റെ ശത്രുസ്ഥാനത്താണ് എന്ന് കരുതി ഇതുവരെ ഓഫീസിന് പുറത്ത് നമ്മൾ തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ മകൻ എന്റെ അനിയത്തിയോട് കാണിച്ച ചെറ്റത്തരങ്ങൾക്ക് ഞാൻ ഈ രീതിയിൽ പ്രതികരിച്ചാ പോരാ. അവനെ അന്നേരം തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. പാവോന്ന് കരുതി വിട്ടതാ. അതിന്റെ പേരിൽ ഈ മുറ്റത്ത് വന്ന് കിടന്ന് ഷോ കാണിക്കാനാണ് ഭാവമെങ്കിൽ പോക്സോ കേസിൽ അച്ഛനും മകനും അകത്ത് കിടക്കും. മനസ്സിലായോ? പെൺകുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുമ്പോഴേ മര്യാദയ്ക്ക് വിടണം. അല്ലാതെ കാണാൻ കൊള്ളാവുന്ന ആൺകുട്ടികളെ വല വീശി പിടിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. എന്റെ മകൻ അവളുടെ പിന്നാലെ അല്ല, അവൾ എന്റെ മകന്റെ പിന്നാലെയാ വന്നത്. ആൺകുട്ടികളല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും എന്ന് കരുതി അവള് പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം കൂടെ കേട്ട് എന്റെ വീട്ടിൽ കയറി എന്റെ മകനെ തല്ലിയാൽ ഞാൻ വെറുതെ ഇരിക്കുന്ന കരുതിയോ? നീയും നിന്റെ കുടുംബവും ഇനി മനസമാധാനത്തോടെ ജീവിക്കില്ല. നോക്കിക്കോ. ഇതുവരെ നല്ല സംസ്കാരമുള്ള ഭാഷയിലാ ഞാൻ തന്നോട് സംസാരിച്ചത്. ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളോട് പോലും മോശമായിട്ട് പെരുമാറിയിട്ടുമില്ല. ഞങ്ങളുടെ അമ്മ നല്ല അന്തസ്സായിട്ട് തന്നെയാ ഞങ്ങളെ വളർത്തിയതും മറ്റുള്ളവരോട് പെരുമാറാൻ ശീലിപ്പിച്ചതും. എന്റെ അനിയത്തിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് തന്റെ മോനാ. സ്വന്തം കൂട്ടുകാർക്ക് ഒരു അപകടം ഉണ്ടാവുമ്പോ, അവർക്കൊരു സങ്കടം വരുമ്പോ സ്വന്തം കുടുംബത്തിലെ ആളുകളെ പോലെ ചേർത്ത് പിടിക്കേണ്ടവരാ കൂട്ടുകാർ. അതിനു പകരം തന്റെ മോൻ എന്റെ അനിയത്തിയോട് എന്താ ചെയ്തത്? ഒരു കാര്യം ഞാൻ പറയാം, തന്റെ മോൻ കാണിച്ച തെറ്റിനുള്ള ശിക്ഷ ഞങ്ങളെന്തായാലും അവന് കൊടുത്തു കഴിഞ്ഞു. ഇനി അതിന്റെ പേരിൽ കൂടുതൽ പ്രശ്നത്തിനാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അടുത്ത അടി വാങ്ങാൻ പോകുന്നത് താനായിരിക്കും. പിന്നെ നീ എന്നെ ഞൊട്ടും. പ്രമോദ് ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയത്തില്ല. നീ ചെവിയിൽ നുള്ളിക്കോ ബാലു. ഇതിന് നീ നിന്റെ വീട്ടുകാരും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. തന്റെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ ആ വീട്ടിൽ കയറിയതും അവനെ തല്ലിയതും. പക്ഷെ അതിന്റെ പേരിൽ ഇനി എന്റെ അനിയത്തിയെയോ ഞങ്ങളുടെ കുടുംബത്തെയോ ഉപദ്രവിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളുടെ മകന് കിട്ടിയത് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. 8ന്റെ പണി അവൻ വേറെ മേടിക്കും. അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അവനെ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിക്കാതെ ഇത്തരം വിവരക്കേടും കൊണ്ട് ഇനി ഇറങ്ങി തിരിക്കരുത്. ഇനിയെങ്കിലും മകനെ ഉപദേശിച്ച് നേരെയാക്കാൻ നോക്ക്. സത്യത്തിൽ തന്റെ മകനോട് ഞങ്ങൾ കാണിച്ചത് ഒരു മിനിമം മര്യാദയാണ്. തന്റെ മകനാണെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ 2 അടി അവന് ഞങ്ങൾ കൂടുതൽ കൊടുത്തേനെ. പിന്നെ ഒരു പോക്സോ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഇനിയും ബാക്കിയുണ്ട്. നാളെ രാവിലെ എന്റെ അനിയത്തിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് കൊടുക്കാൻ അറിയാത്തത് കൊണ്ടൊന്നുമല്ല. ഇതോടെ ഞാനെല്ലാം അവസാനിപ്പിക്കുക. അത് ശത്രുപക്ഷത്താണെങ്കിലും എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകന്റെ മകനെന്ന പരിഗണന കൊണ്ട് മാത്രം. മനസ്സിലായല്ലോ? അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ താൻ ഇവിടെ വന്ന് കാണിച്ച ഷോക്ക് താനും തന്റെ മോനും അകത്ത് കിടന്ന് ഉണ്ട തിന്നേനെ. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. ബാലു, ഓഫീസിൽ നീ എനിക്കിട്ട് പാര വെച്ചു. ദ്രോഹിക്കാവുന്നവരെ പരമാവധി എന്നെ ദ്രോഹിച്ചു. അതൊക്കെ ഞാനങ്ങ് പോട്ടേന്ന് വയ്ക്കും. പക്ഷെ ഇതിന് നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. മാവ് എന്റെ മോനെ അടിച്ച് പഞ്ചറാക്കി കളഞ്ഞില്ലടാ. അതിന് നിനക്ക് മാപ്പില്ല. കാണിച്ചു തരാം ഞാൻ. ഓ ശരി, ആയിക്കോട്ടെ. കാണാൻ ഞങ്ങൾ ഇവിടെ റെഡിയായിട്ടിരിക്കാം. ഒന്ന് പോടോ. ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ. നല്ല അച്ഛനും മോനും. അവനോടുത്ത തല്ല് കുറഞ്ഞു പോയെന്നാ തോന്നുന്നത്. അതിന്റെ ബാലൻസ് ഇനിയും കൊടുക്കേണ്ടി പോയി.
എന്നെ എന്തിനാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചത്? വേഗം കാര്യം പറ. അച്ഛൻ അന്വേഷിക്കും. എനിക്ക് പോണം. താങ്ക് യു ഫോർ എവരിതിങ്. എന്തിനാ താങ്ക്സ്? എഗ്രിമെന്റ് ഞാൻ കട്ടോണ്ട് വന്ന് തന്നതിനാണോ ഈ സമ്മാനം, നന്ദി പ്രകടനമൊക്കെ? അതിനുവേണ്ടി മാത്രമല്ല, ഇത്രയും കാലമായിട്ട് എന്നെ സഹിക്കുന്നതിന്, എൻ്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നതിന്, 1000 തവണ എന്നെ നിനക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് എന്നോട് പറയാതെ പറഞ്ഞതിന്. ഇഷ്ടായോ? നീ എനിക്ക് തരുന്ന സമ്മാനം അത് എന്തായാലും അതെനിക്കിഷ്ടാവും. പോട്ടെ. അന്ന് കോളേജിൽ വെച്ചുണ്ടായ പോലെ ഇനി നിന്നെ ആരെങ്കിലും ശല്യം ചെയ്താൽ എന്നോട് തുറന്നു പറയണം. ഇടം വലം നിന്ന് നിന്നെ നോക്കാൻ ഞാനുണ്ടാവും. ആ ഉത്തരവാദിത്തം എനിക്ക് എൻ്റെ മീനാക്ഷിയുടെ കാര്യത്തിൽ മാത്രമല്ല ഉള്ളത്. ഇവനെന്താ ഇങ്ങനൊരു മാറ്റം? മഞ്ഞുരുകി തുടങ്ങിയോ? ക്ലാസ്സിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇത് സംസാരിക്കണ്ടെന്ന് വെച്ചാ കുട്ടികളെല്ലാം പോയ ശേഷം നിങ്ങളോട് ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞത്. ദേ, രണ്ടുപേരുടെയും പരീക്ഷ പേപ്പറാ. Are you happy, Meenakshi? നോ മാം. What's happening to you? കഴിഞ്ഞ വർഷത്തെക്കാൾ മോശമാണ് ഇപ്പോ മീനാക്ഷിയുടെ നിലവാരം. ഈ വർഷം ട്യൂഷനുണ്ട്. പോരാത്തതിന് 80% മാർക്കിന് വേണ്ടി അമ്മയുമായിട്ട് പോരാട്ടം നടത്തുന്നുണ്ട്. എന്നിട്ടും പരീക്ഷ പേപ്പറിലൊന്നും കാണാനില്ലല്ലോ. ആൻസേഴ്സ് അറ്റൻഡ് ചെയ്ത് തെറ്റിപ്പോകുന്നത് മനസ്സിലാക്കാം. പക്ഷെ പല ക്വസ്റ്റ്യൻസും അറ്റൻഡ് പോലും ചെയ്തിട്ടില്ല. സുധാമണിക്ക് എന്താ മീനാക്ഷിയുടെ മാർക്കിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാ ടീച്ചറെ? ഇതിന്റെ കാരണക്കാര് തന്നെയാണല്ലോ ഇതിന് സമാധാനം പറയേണ്ടത്. ഞാനോ? ഞാൻ എങ്ങനെയാ അവൾക്ക് മാർക്ക് കുറഞ്ഞതിന് കാരണക്കാരിയാവുന്നേ? മീനാക്ഷി ഒരു ബ്രില്യൻ സ്റ്റുഡന്റ് ആണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ വളരെ മോശമാണ് ഈ വർഷത്തെ അവളുടെ പ്രകടനം. അതിന് കാരണമായിട്ട് ഞങ്ങൾ കാണുന്നത് സുധാമണി ഈ സ്കൂളിലേക്ക് പഠിക്കാൻ വന്നതുകൊണ്ട് ഈ കുട്ടി അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളാ. അതിന് അമ്മയെ കുറ്റപ്പെടുത്തണ്ട മാം. തെറ്റ് എന്റേതാണ്. എന്നെ ബാധിച്ചിരിക്കുന്നതെല്ലാം മറ്റു ചില പ്രശ്നങ്ങളാ മാം. അതിനെക്കുറിച്ച് അമ്മയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് വേറെ എന്ത് മലമറിക്കുന്ന പ്രശ്നമുള്ളത്? ഇപ്പൊ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അതങ്ങ് ചെയ്താ പോരെ? എന്തിനാ മറ്റു ഭാരിച്ച കാര്യങ്ങളിൽ പോയി തലവെക്കുന്നത്? ഇനി മറ്റു വല്ല ചുറ്റിക്കളിയാണെങ്കിൽ അത് അമ്മയോട് ഞങ്ങളോട് തുറന്നു പറയേ. അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അമ്മമാരാ ടീച്ചറെ. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അമ്മയ്ക്ക് സ്വന്തം കാര്യം നോക്കാനോ സമയമില്ല. പിന്നെങ്ങനെ ഇവളുടെ കാര്യം കൂടെ നോക്കുന്നത്? എന്നിട്ട് അമ്മയുടെ കാര്യം കണ്ടില്ലേ? അമ്മയും തോറ്റു.